ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ മൈ ഗോഡ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് കുറെ സീക്രട്ട് ആയിട്ടുള്ള ഗൂഗിൾ ഗെയിംസ് നമ്മുടെ ഇടയിലുണ്ട്. ഇപ്പം നമുക്ക് ആകപ്പാട് അറിയണ ഒരു ഡിനോ ഗെയിം ആയിരിക്കും. അല്ലാതെ ഔട്ട് ഓഫ് ദ ബോക്സ് കുറെ സീക്രട്ട് ആയിട്ട് ഗൂഗിൾ ഒളിച്ചിരിക്കുന്ന കുറെ ഗെയിംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കളിക്കാൻ പോകണം. അത് കുറെ കിടില ഫണ്ണി ഗെയിംസ് ഉണ്ട്. അപ്പോൾ നമുക്കൊക്കെ അതൊന്ന് എക്സ്പീരിയൻസ് തന്നെ ട്രൈ ചെയ്യണം. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. അപ്പോൾ ഈ ഫസ്റ്റത്തെ ഗെയിം എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ ഒരു ഗെയിം തന്നെയാണ് ഇത്. അപ്പോൾ ഡിനോ ഗെയിം ഗൈസ്, അല്ലെങ്കിൽ ഡിനോ എന്നടിക്കുമ്പോൾ തന്നെ ഒരു ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം. പക്ഷേ ദിനോസർ ഗെയിം എന്ന് പറയാം. പക്ഷേ ദിനോസർ ഗെയിം മലയാളികൾക്ക് അല്ലെങ്കിൽ നമുക്ക് അതൊരു വെറൈറ്റി സാധനമാണ്. ലൈക്ക് അല്ലെങ്കിൽ വാസു ഡിനോ എന്നൊക്കെ പറഞ്ഞാൽ മതി, നമുക്ക് അടിക്കാം. അല്ലെങ്കിൽ അതായിരിക്കും നമുക്ക് അതെല്ലാവർക്കും അറിയുന്ന ഒരു ഗെയിമാണ് ഈ ഗെയിം. അല്ലെങ്കിൽ ഈഗിൾ ഗെയിമിങ് അല്ലെങ്കിൽ സായിബാബി എല്ലാം തൊപ്പി എല്ലാം ഈടായിട്ട് ട്രെൻഡിങ്ങിന്റെ അങ്ങേ അറ്റ കുറെ ഗെയിംസ് ആയിരുന്നു ഇത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് അതൊന്ന് പോയിക്കോട്ടെ. അപ്പൊ നമുക്ക് ഇത് ഫസ്റ്റ് കളിച്ച് ഇത് തന്നെ കളിച്ച് തുടങ്ങുന്ന നിർബന്ധമായിരുന്നു. അതോടെ ഇത് കളിച്ചു തുടങ്ങി. പക്ഷെ ഇത് കഴിഞ്ഞ് വരണ എല്ലാ ഗെയിംസും കിഡിലുമാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വാസു ഇടിന് തന്നെ കളിച്ചു നോക്കാം ഗൈസ്. നിക്ക് ഹെഡ്സെറ്റ് ഇട്ടില്ല. ഇത് കിട്ടി ഗൈസ്. ഇത് ഈ ഡേറ്റൊക്കെ ഇൻസ്റ്റൊക്കെ ചന്ന പിന്നെ ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ. അത് വേറെ സത്യം. ഇത് കുറെ ഇനിയും ഇത് പ്ലേ ചെയ്ത് ഇനി എല്ലാവരും പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും വലുത് കേട്ടിട്ട് അതുകൊണ്ട് നമുക്ക് പിന്നെ ഇത് കളിക്കാം. അപ്പോൾ രണ്ടാമത്തെ ഗെയിമിലോട്ട് പോവാം. അപ്പോൾ രണ്ടാമത്തെ ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു ഗൂഗിൾ പാക്മാൻ എന്നാണ്. അത് നിങ്ങൾ അടിക്കുമ്പോൾ തന്നെ വരും ഗൂഗിൾ പാക്മാൻ. കണ്ടോ ഇത്? അയ്യോ സൗണ്ട്. ഇതിന്റെ ആനിമേഷൻസ് ആയാലും ഇതെല്ലാം ഓൾ ക്ലിയർ കിടിലൻ സാധനങ്ങളാണ്. നമുക്കൊന്ന് കളിച്ചു നോക്കാം. ലൈക്ക് ഇത് നിങ്ങൾ കണ്ടു മറ്റേ ചെറിയൊരു മറ്റേ ഫോണിലൊക്കെ കളിച്ചാണ്, ഗെയിം പാഡിലൊക്കെ കണ്ടോ? വർക്കാവാത്ത ഇത് ഇതിലാണ്. ഈ ആരോയിലാണോ സെറ്റ് ചെയ്യാനുള്ള? ഈ ആരോയിലാണ്. ഇപ്പൊ കിട്ടി കണ്ടോ? നമ്മൾ ഇതൊന്നും തൊടാതെ നമ്മൾ ഇത് ഫുള്ള് കംപ്ലീറ്റ് ആക്കണം ഗൈസ്. അതാണ് നമ്മുടെ ലക്ഷ്യം. Oh my god, ഡൗൺ ആവണായി കണ്ടോ? നല്ലൊരു ആനി എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് സാധനമാണ്. പക്ഷെ അത് കളിച്ചോണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. നിങ്ങൾക്ക് ചുമ്മാ സമയം പോവാണില്ലെങ്കിൽ ഇതൊക്കെ കളിച്ചു നോക്കാം. ഇടിച്ചില്ല ഞാൻ വെച്ച് ഇടിച്ചത് കേട്ടോ. അവിടെ ഒരു ജെറി ഉണ്ട്. നമുക്ക് ആ ജെറി എടുക്കണം. നമുക്ക് അതുണ്ടെങ്കിൽ അതിട്ടിട്ട് നമുക്ക് ഇതിനെല്ലാം പിടിക്കാൻ പറ്റും ഗൈസ്. ഓക്കെ ഫൈൻ ഗൈസ്. അപ്പോൾ ഈ ഗെയിമിന്റെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ സാധനം വെച്ചാൽ റെഡ് ഒരു ചുവന്ന ഒരു സാധനം ഉണ്ട്, ചുവപ്പല്ല ഒരു ബോൾ സാധനം ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എനിമീസിനെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ ആ ഒരു കൂട്ടിനകത്താക്കാൻ പറ്റും. അങ്ങനെ കൂട്ടിനകത്താക്കിയിട്ട് ഫുൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ആയി ജയിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത ഗെയിമിലോട്ട് പോവാം. അടുത്ത ഗെയിം എന്ന് പറഞ്ഞാൽ ലണ്ടൻ 2012 സോക്കർ എന്നാണ്. അപ്പൊ ഇതൊരു ഫുട്ബോൾ ടൈപ്പ് ഗെയിമാണ്. ഒരു ഗോളി ടൈപ്പ്. നമ്മൾ ഇതിൽ ഓരോ കീ ഉണ്ട്. ഇത് സെലക്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കണം. അവര് ട്യൂട്ടോറിയൽ പറഞ്ഞു തരും. ജമ്പ് ചെയ്യണമെങ്കിൽ ചാടാം. ഇത് ആരോ മാർക്ക് 2 കീബോർഡിൽ തന്നെയാണ് ഇതെല്ലാം കളിക്കാനുള്ളത്. കണ്ടോ? അയ്യോ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ തടഞ്ഞ്, രണ്ടാമത്തെ തടഞ്ഞ്, മൂന്നാമത്തെ തടഞ്ഞ്, നാലാമത്തെ തടഞ്ഞ്, അഞ്ചാമത്തെ അയ്യോ പോയി ഗോളി ചാടി ഗോള്. അല്ല ഇത് തടഞ്ഞ് തടഞ്ഞില്ല, ഗോള് പോയി. ഓക്കെ, നമ്മളിൽ നമുക്ക് ഒരു സ്റ്റാർ കിട്ടില്ല കേട്ടോ. ഇതും കിട്ടില്ല ഗെയിമാണ്. അത് കളിക്കാത്തവരുണ്ട്. കളിക്കുക ലണ്ടൻ 2012 സോക്കർ എന്നാണ്. അപ്പോൾ നെക്സ്റ്റ് ഗെയിമിലോട്ട് പോവാം. അടുത്ത ഗെയിം എന്ന് പറഞ്ഞാൽ 4th ജൂലൈ 2019. അപ്പം അത് അടിച്ചു നോക്കാം. 4th ഇതിൻ്റെയൊക്കെ പേര് ഒരു ബന്ധമില്ല കേട്ടോ. സത്യം പറയാം, ഇതിൻ്റെ ഒരു പേരും ഇതും തമ്മിൽ ഗെയിം തമ്മിൽ ഒരു ബന്ധവും കാണില്ല. പക്ഷേ ഇതായിരിക്കും ഇത് ബേസ്ബോൾ. ഇത് ക്രിക്കറ്റ് ടൈപ്പ് ഒരു ഗെയിമാണ്. കുറേ പേർക്ക് അറിയായിരിക്കും. എനിക്ക് ഈ ഗെയിമിന്റെ ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ ബേസ്ബോൾ എന്നതാണ് പറയണത്. പക്ഷേ കിടിലൻ ഗെയിമാണ്. ഐസ് കണ്ടു. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സോങ് കിടില. ഇപ്പൊ അവര് പറയാം. അപ്പൊ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇതാവണം. കണ്ടോ? ഇത് ക്ലിക്ക് ചെയ്താവും. ആ ബോൾ വന്നോ അടിച്ചു. കണ്ടോ? ഓക്കെ കണ്ടോ. സിംഗിൾ ഒരു റൺ എടുത്തോ. ഇത് ഇതേപോലെ കിടിലാണ് ഐസ് സാധനം.
അയ്യോ അടിച്ച്. ഓക്കെ, രണ്ടാമത്തെ ബോൾ. ഓക്കെ, ഒരു 4 അല്ല പിടിച്ച് ഡബിൾ കിട്ടിയിട്ടുണ്ട്. തണ്ണിമത്തൻ വന്നിട്ടുണ്ട്. അടി അടി അടി. ഓക്കെ ഓക്കെ ഓക്കെ. തണ്ണിമത്തൻ വന്നിട്ടുണ്ട്. ഇനി ഒരു വൈൻ ബോർഡിൽ വന്നിട്ടുണ്ട്. സോസ് ആണെന്ന് തോന്നുന്നു കേട്ടാ. അയ്യോ അടി അടി അടി. ഓക്കെ, അത് വന്നിട്ടുണ്ട്. സിംഗിൾ എടുത്തിട്ടുണ്ട്. ഇതെന്തോ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് വന്നിട്ട് ഓ മൈ ഗോഡ്, ആ 6 കേട്ടോ. 150 6 ആയിട്ട് 3 റൺസ് ഇട്ടിട്ടുണ്ട്. ഇതെന്തിരടേ, സ്ട്രോയാ? ഓക്കെ, അതും അങ്ങനെ ഒരു അതും ഡബിൾ ആണ് ഇട്ടിട്ടുള്ളത്. നമുക്കൊരു സാൻഡ്വിച്ച് വന്നിട്ടുണ്ട്. സിംഗിൾ ഇട്ടിട്ടുണ്ട്. 2 ജെറീസ് വന്നിട്ടുണ്ട്. ഓക്കെ, അതൊരു 6 പോയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ 6 അടിക്കും കേട്ടോ. ഓക്കെ, ഇതോടെ ഇതെന്തൊരു ചിക്കൻ കാല് വന്നിട്ടുണ്ട്. ചിക്കൻ കാലിനൊക്കെ അവർ ഇങ്ങനെ ആക്കിയാട്ടാ. നൈസ്. അതും 6 പോയിട്ടുണ്ട്. കൊള്ളാൻ കേട്ടോ. ഇത് ഞാൻ ചുമ്മാ കളിക്കാൻ വേണ്ടി വന്നേ, പക്ഷെ കൊള്ളാൻ കേട്ടോ കളിച്ചോണ്ടിരിക്കേ. ഒരു ഐസ്ക്രീം വന്നിട്ടുണ്ട്. ഓക്കെ, ഐസ്ക്രീമിന്റെ ഒരു റണ്ണ്. നമ്മുടെ അടുത്ത വന്നിട്ടുണ്ട് നമ്മുടെ ജ്യൂസ്. ഒരു 6. ആയിനോ, ഇപ്പോഴാണ് എനിക്ക് ഇതിന്റെ ട്രിക്ക് ഇട്ടത്. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള ട്രിക്ക് ഇട്ടിട്ടുണ്ട്. ഇനി എനിക്ക് എല്ലാം അടിക്കും. 6 അടിക്കാൻ പറ്റുവേ. അയ്യോ, സിംഗിൾ ഏട്ടാ. സിംഗിൾ. ഓക്കെ ഓക്കെ, അതും സിംഗിള്. ഡബിൾ. ഇതൊക്കെ എന്തോ കേക്കാണെന്ന് തോന്നുന്നു. ഓ, എനിക്കവിടെ 3 ബോൾ ചാൻസ് ഉള്ള 3 ബോൾ. ഓക്കെ, 6 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ കാണിച്ചു ഗൈസ്. 3 ചാൻസ് ഉണ്ട്. അതിൽ ഒരു ചാൻസ് കളഞ്ഞു. ഇനി 2 ചാൻസും കൂടെ ഉണ്ട് എനിക്ക്. ഓക്കെ, അടുത്ത 6 കണ്ടാ. ഇനി നമുക്ക് 15 റൺ കേട്ടോ. 16 റൺ ടോട്ടൽ ആയിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു സിംഗിൾ ഇട്ടിട്ടുണ്ട്. 17 ആയിട്ടുണ്ട്. ഓക്കെ, അത് അടുത്തൊരു 4 പോയില്ലടാ. ഇവർ ഭയങ്കര പിടിയടാ. അടുത്ത കൂണ് വന്നിട്ടുണ്ട്. കോണ്. ഓക്കെ, ഇത് സാൻഡ്വിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു 6 പോയിട്ടുണ്ട്. കണ്ടോ? അയ്യോടാ, എനിക്ക് കിട്ടിയില്ലടാ. 3 റണ്ണും കണ്ടോ. എനിക്ക് 2, ഇനി ഒരു ചാൻസും കൂടെ ഉള്ളു. അതും കൂടെ തോറ്റു. ഓക്കെ, അടുത്തൊരു 6 പോയിട്ടുണ്ട്. ആ ഒരു സംഭവം തന്നെ. അടുത്തത് വന്നിട്ടുണ്ട്. ഓ, കണ്ടില്ല. അപ്പൊ ഇതൊരു കിടിലേക്ക് നമ്മൾ ട്രൈ ചെയ്യാ. 4th July 2009. അപ്പൊ ചുമ്മാ ഇരിക്കണവർക്ക് കളിക്കാൻ പറ്റിയ ഒരു കിടില് ഫൺ ടൈപ്പ് ഗെയിമാണ്. അപ്പൊ വല്ല സമയം വേണമെങ്കിൽ കളിച്ചേക്കൊണ്ടിരുന്ന കുഴപ്പമില്ല. അപ്പൊ അടുത്ത ഗെയിമിലോട്ട് പോവാം. അപ്പോൾ അടുത്ത ഗെയിം എന്ന് പറഞ്ഞാൽ അത്താരി ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞ ഗെയിമാണ്. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കുറേ പേര് അത് കളിച്ചിട്ടുണ്ട്. കീപാഡ് ഫോണിൽ പോലും അത് കളിച്ചിട്ടുണ്ടാവും, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര ഇതായിട്ടൊക്കെ കാണുമെങ്കിലും ഭയങ്കര സിമ്പിൾ ഗെയിമാണ്. പറഞ്ഞുതരാം. ഇവിടെ ഇവർ ഒരു പ്ലേ ദ ഈസ്റ്റർ എഗ് നൗ, അത് ക്ലിക്ക് ചെയ്യുക. ഈ സാധനം നിങ്ങൾ മറ്റേ അൽഗോരിതം ഒക്കെ ഇല്ലേ, കെമിസ്ട്രി അൽഗോരിതം ഇല്ല, അതേപോലെ ഇല്ലേ, പക്ഷെ ഇതല്ല. കണ്ടോ? ഈ ഗെയിം അറിഞ്ഞൂടാ നിങ്ങൾക്ക് ഫോണിൽ നിങ്ങൾ കീപാഡ് ഫോണിലൊക്കെ ബോൾ തട്ടുന്നു, പിടിക്കുന്നു, നെക്കുന്നു, സ്ലൈഡ് ചെയ്യുന്നു. ഇത് ഫുള്ള് കട്ട് ചെയ്താകുമ്പോൾ നമ്മൾ ജയിക്കുന്നു. ആ പരിപാടിയാണ്. സ്കിഡിലാണ്. ചുമ്മാ ഇരിക്കുമ്പോൾ കളിച്ചു നോക്കാനൊക്കെ പറ്റും. കണ്ട, ഇത് നമുക്ക് പണ്ടത്തെ നൊസ്റ്റാൾജിയൊക്കെ ഉണർത്തുന്ന സംഭവം ഗെയിമാണ് കേട്ടോ. ഞാൻ ഇതൊന്ന് ഫുൾ കംപ്ലീറ്റ് ആക്കട്ടെ ഇരുന്ന്. എനിക്ക് ഇത് കളിച്ചപ്പോൾ എനിക്ക് ഈ ഗെയിം കളിച്ചാൽ എനിക്ക് കംപ്ലീറ്റ് ആക്കണം. അത് ഭയങ്കര തോരയാണ് എനിക്ക്. ഇതിൽ എത്ര ചാൻസ് ഉണ്ടോ എന്തോ, അതൊന്നും ഒരു പിടിയില്ല കേട്ടോ. എനിക്ക് 352 പോയിന്റ് മാത്രം കിട്ടിയത് മാത്രം കാണും. ഇത് എങ്ങനെ ഇത് ഇനിയിപ്പോ ഒരു ചാൻസും കൂടി ഉള്ളു. ഇത് ബോൾ പോയാൽ വീണ്ടും വന്നോണ്ടിരിക്കുമോ എന്തോ. ഓക്കെ, ഒരെണ്ണം തട്ടി. ഓ, തട്ടിയില്ല. ഇനി 3 കൂടെ എങ്ങനെയൊക്കെ തീരടാ. ഓക്കെ ആ തട്ടി. ഓക്കെ, ഇനി ഇതും തട്ടിയെന്ന് തോന്നുന്നു. ഇല്ല, നമ്മൾ ആ തട്ടാൻ വേണ്ടി മാക്സിമം ഈ തട്ടിയില്ലടാ. ഓക്കെ, തട്ടിയില്ല. ഓക്കെ, ഇത് തട്ടാൻ ചാൻസ് ഉണ്ട്. തട്ടിയില്ല. ഓ, തട്ടി. ഓക്കെ, തട്ടി. ഇനി ലാസ്റ്റത്തെ ഒരെണ്ണം കൂടെ ഉള്ളു. ഓക്കെ, ഫൈൻ. ഓക്കെ, അതും തട്ടി. നമ്മളങ്ങനെ പിന്നായിട്ടുണ്ട്. യെസ്, അത്ര ഉള്ള കേസ്. ഇതിനിടയിൽ വേറെ കുറെ ഗെയിം ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അടുത്ത ഗെയിമിലോട്ട് പോവാം. അടുത്ത ഗെയിം എന്ന് പറഞ്ഞാൽ ഓസ്കാർ ഫിഷിംഗർ എന്ന് പറഞ്ഞ ഗെയിമാണ്. ഇത് ഞാൻ കണ്ടേണേ. ഇത് ഞാൻ ഇതുവരെയായിട്ട് കളിച്ചു നോക്കിയിട്ടില്ല. ഓസ്കാർ ഫിഷിംഗർ. ഓക്കെ, ഈ പേര് കുറച്ച് ടാസ്ക് ആണെങ്കിലും കളിക്കുന്ന രസമാണ്. പ്ലേ കൊടുക്കാം. ഓക്കെ, ഇതെന്താണ് സംഭവം ഇപ്പോഴാണ് പിടിയിട്ട്. ഇതൊരു ജസ്റ്റ് മ്യൂസിക്കിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തം ട്യൂൺ ഉണ്ടാക്കാം, മ്യൂസിക് ഉണ്ടാക്കാം. എന്നെ പോലുള്ള ഒരു കലാകാരനായിട്ടുള്ള ഒരാളുണ്ട് ഇവിടെ. അപ്പൊ അയാൾക്ക് മ്യൂസിക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു വേറെ മ്യൂസിക് അല്ലെങ്കിൽ വിഷ്വൽ മ്യൂസിക് കമ്പോസിഷൻ എന്ന് പറയാം. എന്നെ പോലുള്ളവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് കാണിക്കണ്ട കേട്ടോ.
സൗണ്ട് ഒന്ന് കണ്ടോ, നമുക്ക് പ്ലെയിൻ ചെയ്യാം. കണ്ടോ, ചേഞ്ച് ഇൻസ്ട്രുമെന്റ് ഉണ്ടോ, നമുക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് വേറെ ഇൻസ്ട്രുമെന്റ് ചെയ്യാം. കണ്ട 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 കൊള്ളാലേ. നമുക്ക് വേറെ വേറെ ടൂൺ സെലക്ട് ചെയ്യാൻ കൈസ് ഇല്ലാത്തണ്ടാ. കണ്ട ടൂൺ പറയുന്നുണ്ടോ? കണ്ടോ ഇപ്പൊ ടൂൺ നമുക്ക് കണ്ടല്ല കൈസ്. അപ്പോ ഇത് മതി 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 ഗൈസ്. അപ്പോ ഇത് ഒരു കുറെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ചെയ്യാൻ എടുക്കും. പക്ഷെ ഇത് കിട്ടില്ല സാധനമാണ്. അപ്പൊ ട്രൈ ചെയ്ത് നോക്കാം. എന്തുവായിരുന്നു ഇതിന്റെ പേര്? ഓസ്കാർ ഫിഷിംഗ്. കേൾക്കാൻ ഒരുമാതിരി ചടപ്പട പേര്. കളിച്ചു നോക്കണം. നമുക്ക് സ്വന്തമായിട്ട് മ്യൂസിക് ഉണ്ടാക്കാനോ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന നല്ല രസമാണ്. ഓവർ ആയി കഴിഞ്ഞാൽ ചെവിയും തലയൊക്കെ വ്യാൻ എടുക്കും. സത്യം പറയും ഇപ്പോഴായിട്ട് എക്സ്പീരിയൻസ്. ഞാൻ ട്യൂൺ ഉണ്ടാകും നമുക്ക് തന്നെ ഉള്ളിലൊരു ഇത് വരും. ഒരു 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 ഇത് വരും. ഓക്കെ, അടുത്ത ഗെയിമിലോട്ട് പോകാം ഗൈസ്. അടുത്ത ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോനി എക്സ്പ്രസ്. ഇതൊരു ട്രെയിൻ അല്ല, ഇതൊരു കുതിര ഗെയിമാണ് ഗൈസ്. ഇതൊരു കൗബോയ് ആയിരിക്കും. ആ സാധനമാണ്. നമ്മൾ കൗബോയിനെ നേരെ ഓട്ടിക്കണം, അത്രേ ഉള്ളൂ. വേറെ പണിയൊന്നുമില്ല ഈ ഗെയിമിന്. കാണിച്ചു തരാം. ഇതൊരു മെയിൽ കിട്ടും. കണ്ടോ, നമ്മുടെ പെട്ടിന് മെയിൽ കിട്ടും. ഇപ്പം നമ്മൾ പോകുന്നു. ഓടുമ്പം കണ്ടോ ഇങ്ങനെ പോകും. നമ്മൾ ആരോ കീസാണ് ഇത് യൂസ് ആക്കാനുള്ളത്. പിന്നെ മൊബൈലിൽ അതില്ല. മൊബൈൽ ആരോ കീസ്. ഇത് മൊബൈലിൽ കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് വലിയ പിടിയില്ല കേട്ടോ, സത്യം പറയാലോ. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് പറ്റുമെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യണേ. കാരണം ഇതിങ്ങനെ പിടിക്കണം. ഈ മുള്ളു കുത്താതെ നമ്മൾ പോകണം മാക്സിമം. കാരണം നമ്മൾ കുറെ കത്തുകൾ നമുക്ക് എടുക്കാറുണ്ട്. ആ കത്തുകളൊക്കെ എടുത്തെടുത്ത് പോകണം. ഇത് തട്ടരുത്. ഇതിന്റെ സർഫ് ചെയ്യലൊക്കെ തന്നെ. ഓക്കെ, അയ്യോ പാവോട് അവൻ അവരുടെ കമഡിയാണ്ടാ കത്തിയത്. ഇതോ കാണിച്ചു തരാം. ഓക്കെ. അവൻ പറഞ്ഞ് കുതിര അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാനുണ്ട്. അപ്പം ഒരു ചാൻസ് കിട്ടും. കുതിര ഓക്കെ ഫൈൻ. അയ്യേ കുതിര അവന്റെ കത്ത് വീണ്ടും പോയി കേട്ടോ. കുതിര തട്ടുമ്പോ കത്ത് പോകും ഗൈസ്. ഓക്കെ, അടുത്ത ക്ലെയിം ചെയ്തു. ഓക്കെ, വീണ്ടും കത്ത് തറയിൽ പോകും ഗൈസ്. തട്ടിക്കാൻ കണ്ടോ. ഇതൊരു മുള്ളി തട്ടുമ്പോഴുള്ള എഫക്റ്റ് കിടിലാണ്. മുള്ളി തട്ടുമ്പോഴുള്ളത് ലൈക്ക് ഞാൻ പറഞ്ഞുതരാം. മുള്ളി തട്ടണം, പക്ഷെ അതാണ് വിഷയം. ഒരു മുള്ളി തട്ടിക്കഴിഞ്ഞാൽ വല്ലതും പറയാൻ പറ്റൂ. ഓക്കെ, നമ്മളങ്ങനെ കുതിര മാറ്റുന്നുണ്ട് ഗൈസ്. ഇതിൽ കുതിരയെ മാറ്റാൻ പറ്റും. അടുത്ത കുതിര എടുത്തിട്ടുണ്ട്. നമ്മൾ പഴയ കുതിര മാറ്റും. കാരണം പഴയ കുതിര ഒരു സ്പീഡില്ല. നമ്മളപ്പം ഇവിടെ പോയി കണ്ടുകൊണ്ട് ഓടി. അയ്യോ, വീണ്ടും ഇടിച്ച്. വെള്ളം കണ്ട ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാ നിൽക്കും കുതിര. ആ ടൈപ്പാണ് കേട്ടോ. വെള്ളം കണ്ടപ്പോൾ നിന്നാണ്ടാ. ഓക്കെ, രണ്ടാമത്തെ കിട്ടി. കുറെ കത്തുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഓടി കുറച്ച് ദൂരം കൂടെ. ഇതൊരു എൻഡിങ് ഉണ്ടോ എന്ന് ഇതിൽ ഡൗട്ടാണ്. നമുക്ക് കളിച്ചൊക്കെ എന്നാലും അറിയാൻ പറ്റും. ഞാൻ ഫസ്റ്റ് ടൈമാണ് കളിക്കണം. ഇതിന്റെ എൻഡിങ് ഉണ്ടോ എന്ന് എനിക്കും വലിയ പിടിയൊന്നുമില്ല. എൻഡിങ് ഉണ്ടോ എന്തോ ഗൈസ് ഇതിന്. ഓക്കെ, അവിടെ എന്തോ മഞ്ഞെന്തോ വീഴുന്നുണ്ട്. ഓക്കെ, മഞ്ഞ് വീണ് സൂപ്പർ. നമ്മൾ മഞ്ഞ് പൊതിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചത്തനെ വീണ്ടും ചാൻസ് ഉണ്ട് കേട്ടോ. മഞ്ഞ് ഓക്കെ, മഞ്ഞൊക്കെ ഉണ്ടാക്കിയോണ്ട് ആദ്യം അടിക്കണം. ഓക്കെ ഫൈൻ. മുകളിലോട്ട് താഴോട്ട്. ഓക്കെ ഫൈൻ. നമ്മൾ അടുത്ത കുതിര മാറ്റാൻ സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, വീണ്ടും നമ്മുടെ പണ്ടത്തെ കുതിരയോട്ട് വന്നു. ഇവ ഒരു പുലിക്കുട്ടിയാണ് കേട്ടോ ഈ കുതിര. അതാണ് ഇടയ്ക്ക് നമുക്ക് ഇനി ഇത്തിരിയും കൂടി ഉള്ളു. അതും കൂടെ എത്തി നമ്മൾ ജയിക്കും തോന്നുന്നു. ഓക്കെ, നമ്മള് ഓക്കെ ഫൈൻ. ഈ കത്തി കൂടെ ഒക്കെ പോണം. അയ്യോ, എന്നെ പിടിക്കാൻ ആരോ കണ്ടോ. ഓക്കെ, എന്നെ പിടിച്ച് കണ്ടോ. അവന്റെ കൈ അവിടെ തട്ടരുത്. അവനോരോ ട്രാപ്പ് വെച്ചിട്ടുണ്ട്. അവിടെ തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീഴും. ആ ട്രാപ്പ് കണ്ടു. ഇത് ട്രാപ്പ് ഈ തട്ടാതെയൊക്കെ പോണം. തട്ടാതെ മുട്ട ട്രാപ്പിൽ തൊട്ടാ വീണ്. ഓക്കെ, അടുത്തത് വെള്ളമുണ്ട്. നമ്മളെ പിടിക്കാൻ ഒരുപാട് വഴി നോക്കുന്നുണ്ട്. അതിലൊന്നും നമ്മൾ വീഴരുത്. ഇതെന്താ എൻഡിങ്? ഇത് കുറെ ഞാൻ ഓടുന്നുണ്ട്. എൻഡിങ് ഇല്ല ഇതിനകത്ത്. ഓക്കെ, നമ്മൾ അങ്ങനെ എൻഡിങ് എത്തിയിട്ടുണ്ടെന്നാണ് ഗൈസ്. ഇല്ലേടേ. ഓക്കെ, നമ്മൾ എൻഡിങ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 100 കാർഡിൽ നമ്മൾ 50 കാർഡ് കൊണ്ട് അവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ കുതിര കടന്ന് കൈ അടിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതും ഒരു കിടിലൻ ഗെയിമാണ്. ട്രൈ ചെയ്യാത്തതുണ്ടെങ്കിൽ
ഇതൊന്നും നിങ്ങൾ ട്രൈ ചെയ്യാൻ സാധ്യതയില്ല. കാര്യം ഇതൊക്കെ ഒരു സീക്രട്ട് ഗെയിംസ് ആണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത ഗെയിമിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ അടുത്ത അപ്പൊ ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് അടുത്ത ഒരു ഗെയിമിലോട്ട് പോവാം. അപ്പൊ പിന്നെ എൽ ഗൂഗിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ ലൈക്ക് ഞാൻ കാണിച്ചത് എൽ ഗൂഗിൾ എന്ന് പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇഷ്ടം പോലെ ഗെയിംസ് നിങ്ങൾ കാണും. അപ്പൊ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ എല്ലാം ട്രൈ ചെയ്തതിന് ഒരുപാട് സമയം പോകും. അപ്പൊ അത് ട്രൈ ചെയ്ത് നോക്കണ്ട. ബാഡ്മാൻ്റെ കുറെ എന്തൊക്കെ ചുമ്മാ ഫൺ ആയിട്ടുള്ള കുറെ സംഭവമാണ്. ട്രൈ ചെയ്യാത്ത ട്രൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഗൂഗിൾ ഗിറ്റാർ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പാട്ടുകൾ കമ്പോസ് ചെയ്യാൻ പറ്റും. കാണിച്ചു തരാം. അരെ വാ 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 അരെ അരെ ഒരു പാട്ട് പാടാം. ഒരു രാഗ നമുക്ക് ഈ പാട്ടിനെ റെക്കോർഡ് ചെയ്തിട്ട് വീണ്ടും കേൾക്കാൻ പറ്റും. ആ ഏ കേട്ടോക്കാവേ. ഈ സൗണ്ട് കേട്ടോക്കല്ലേ ഗൈസ്. അപ്പൊ ട്രൈ ചെയ്യാത്തവരുണ്ടായി ഗൂഗിൾ ഗിറ്റാർ. അപ്പൊ അതിനകത്ത് വരെ കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. എന്റെ പാട്ടുകാരനെ കൊണർന്നിട്ടെ വയ്യ, എന്റെ കയ്യും പോയി. അമ്മാ പാട്ടൊക്കെ കേട്ടിട്ട് എനിക്ക് വയ്യ. അപ്പൊ ഇങ്ങനെയൊന്നും പാട്ട് പാടാനുള്ള കഴിവ് എനിക്ക് ദൈവം തന്നല്ല. അടുത്ത ഗെയിമിലോട്ട് പോവാം, വരൂ. അപ്പൊ നിങ്ങള് ഇതുവരെ കണ്ടത് ഗെയിമിങ്ങിന്റെ 2D ആണ്, അല്ലെങ്കിൽ നെറ്റ് ഇല്ലാത്ത വെർഷൻ ആണ്. പക്ഷെ ഇനി കാണാൻ പോണത് കുറച്ചും കൂടെ മോഡിഫൈഡ് വെർഷൻ ആണ്. അപ്പോഴാണ് അത് കണ്ടോ 3D ആണ്. നമുക്ക് വൈഡ് ആംഗിൾസ് ആണ്. റിയാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മുടെ പണ്ടത്തെ ദിനോ ഗെയിം കളിച്ചെടുത്ത് മടുത്തവർക്കാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് കാശൊന്നും കൊടുക്കാത്ത പരിപാടിയാണ്. ട്രൈ ചെയ്ത് നോക്കിയ ചുമ്മാ പുറത്തൊക്കെ പോകുമ്പോഴേക്കും ബോറടിച്ചിരിക്കുകയാണെങ്കിൽ മതി. കളി ഒരു വൈഡ് ആംഗിൾ കൊണ്ട് പുതിയൊരു എക്സ്പീരിയൻസ് കിട്ടും. എനിക്കിത് കളിക്കുമ്പോൾ ഒരു വേറെ ഫീലാണ് ഐസ് കിട്ടണത് കളിക്കുമ്പോൾ. അപ്പൊ ഇത് ട്രൈ ചെയ്ത് നോക്കാത്ത ട്രൈ ചെയ്ത് നോക്കാം. അപ്പോ ഇതിൽ ഏത് ഗെയിമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് കമന്റ് കൂടെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടിക്കുന്നത് ലൈക്ക് ചെയ്തേക്കെ, ഷെയർ ചെയ്തേക്കെ, സബ്സ്ക്രൈബ് ചെയ്തേക്കെ. അപ്പോൾ മൈ ഗോഡ് ഗൈസ്, അപ്പോൾ ഇനി ഡെയിലി നമ്മൾ ഇതിൽ വീഡിയോ ഈ ചാനലിൽ വീഡിയോസും കാര്യങ്ങളും വരും. അപ്പോൾ ഇത് എത്ര പേര് കാണുമെന്നാ ഇത് എത്ര പേര് കാണുമെന്ന് എനിക്കൊരു പിടിയില്ല. പക്ഷെ എത്ര പേര് കണ്ടാലും സന്തോഷം മാത്രം. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ഡെയിലി ഇതിൽ റെഗുലർ ആയിട്ട് വീഡിയോസ് വരും. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ബൈ ഗൈസ്, ലവ് യു, ടേക്ക് കെയർ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഗെയിം ട്രൈ ചെയ്ത് നോക്കാം. ബൈ ഗൈസ്, ലവ് യു, ടേക്ക് കെയർ. അപ്പോൾ നാളെ വരും. പോയിട്ടോ ബൈ ബൈ.